വെൽക്കം ബാക്ക് ടു എക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. 18th ക്വസ്റ്റ്യൻ വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 19th മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 69 മെയ് 4 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ സെറ്റ് എ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. സോ 19th ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. 19th ക്വസ്റ്റ്യൻ എന്നുള്ളത് when was the Mauryan Empire established? എന്നാണ് മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മൾ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഷ്യൻ്റ് ഇന്ത്യയിലുള്ള ഒരു ഇയർ ആണ് അല്ലെങ്കിൽ ഇവന്റ് ആണ് എന്ത് എന്ന് പറയുന്നത് 321 BC 321 BC എന്ന് പറയുന്നത് നന്ദ ഡൈനാസ്റ്റിനെ ഓവർത്യൂ ചെയ്തുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. സോ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ ആണ്. സോ നമ്മൾ പറഞ്ഞ ഗുപ്ത ഡൈനാസ്റ്റിത്തെ ഗുപ്ത അല്ല കേട്ടോ, ഇദ്ദേഹത്തിന്റെ പേര് ഗുപ്ത എന്നാണെങ്കിലും ഇദ്ദേഹം ഗുപ്ത ഡൈനാസ്റ്റിയിലുള്ളതല്ല. ഇനിയിപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്നുള്ള ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗുപ്ത ഡൈനാസ്റ്റി എന്നൊന്നും കൊടുക്കരുത്. കാരണം ഇദ്ദേഹത്തിന്റെ പേരിൽ ഗുപ്ത എന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏതാണ്? മൗര്യൻ എംപയർ ആണ്. സോ അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 321 BC ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ 20th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ അപ്പോയിൻമെന്റ് ഓഫ് കമ്പനി ഒഫീഷ്യൽസ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ? അതായത് ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് അവരുടെ കമ്പനി അപ്പോയിൻമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള കൊടുത്തിട്ടുള്ളതിൽ ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, കോൺവാലിസ് ക്രിയേറ്റഡ് എ professional cadre of company of servants who had general salaries. All high-level posts were reserved for Britishers. Third option എന്ന് പറയുന്നത് സെലക്ഷൻ, തേർഡ് ഓപ്ഷൻ അല്ല, തേർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് selection of candidates for different posts was done entirely on merit through an examination which was based on American model. Next എന്ന് പറയുന്നത് the civil servants enjoyed political power which no bureaucrat had in England. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. 1, 2 and 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏതൊക്കെയാണ്? 1, 2, 4 വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് അത് ആയത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കോൺവാലിസ് ക്രിയേറ്റഡ് പ്രൊഫഷണൽ കാഡർ ഓഫ് കമ്പനി സർവൻസ് ഹു ഹാഡ് ജനറൽ സാലറീസ്. അതായത് ഒരു പ്രൊഫഷണൽ കമ്പനി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെന്നെയാണ്? നമ്മുടെ വൈസ്രോയി ആയിട്ടുള്ള കോൺവാലിസ് തന്നെയാണ്. നെക്സ്റ്റ്, ഓൾ ഹൈ ലെവൽ പോസ്റ്റ് വെർ റിസർവ്ഡ് ഫോർ ദി ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാർ നമുക്ക് ഹൈ ലെവൽ പോസ്റ്റ് തരുമോ? ഒരിക്കലും തരില്ല. ബ്രിട്ടീഷുകാർ എന്തായിരുന്നു, നമ്മളെ നന്നാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണോ ഇങ്ങോട്ട്? അല്ലെങ്കിൽ ഇന്ത്യക്കാർ നന്നാവട്ടെ, ഇന്ത്യക്കാർ എഡ്യൂക്കേറ്റഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. സോ എന്താണ്, അവരുടെ ഹൈ ലെവൽ പോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് തന്നെയായിരുന്നു. നമുക്ക് ലോ പോസ്റ്റ്, ലോ സാലറി, അതുപോലെ പുവർ ആയിട്ടുള്ള ഫുഡ്, പുവർ ആയിട്ട് ഹൈജീൻ ആയിട്ടുള്ള ഫുഡ്, പുവർ അക്കോമഡേഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവരുടെ ഓഫീസേഴ്സിന് സെറ്റപ്പ് ആയിട്ടുള്ള സംഭവങ്ങളും ഹൈ സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഹൈ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു? ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ സോ സെക്കൻഡ് ഇൻഫോർമേഷൻ ഈസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഡിഫറെന്റ് പോസ്റ്റ് വാസ് ഡൺ എൻറ്റയർലി ഓൺ മെറിറ്റ്. അതായത് മെറിറ്റ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല, മെറിറ്റ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നില്ല നടത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, എക്സാമിനേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ അമേരിക്കൻ മോഡൽ എന്നാണ് പറയുന്നത്. അമേരിക്കൻ മോഡലാണ്, പക്ഷെ ബ്രിട്ടീഷ് മോഡലാണ്. അമേരിക്കൻ മോഡലല്ല, ബ്രിട്ടീഷ് മോഡലാണ്. പക്ഷെ എന്താണ്, മെറിറ്റ് ബേസ് ചെയ്തുകൊണ്ട് ആയിരുന്നില്ല. പിന്നെ ദ സിവിൽ സർവൻസ് എൻജോയ്ഡ് പൊളിറ്റിക്കൽ പവർ വിച്ച് നോ ബ്യൂറോക്രാറ്റ് ഹാഡ് ഇൻ ദി ഇംഗ്ലണ്ട്. അതായത് സിവിൽ സർവൻസ് എന്താണ്, പൊളിറ്റിക്കൽ പവർ എന്ത് ചെയ്തിട്ടാണ് എൻജോയ്ഡ് പൊളിറ്റിക്കൽ പവർ എന്നാണ് പറയുന്നത്. കൂടെ നോ ബ്യൂറോക്രാറ്റ് ഹാഡ് ഇൻ ഇംഗ്ലണ്ട്. ആരും എന്തില്ല, ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നില്ല ആണ് പറയുന്നത്. സോ ഓപ്ഷൻ 1, 2, 4 ആർ ദി കറക്റ്റ് ആൻസേഴ്സ്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21st ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അതായത് 21 മുതലുള്ള ക്വസ്റ്റ്യൻ, 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇൻസ്ട്രക്ഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 1 മുതൽ 20 വരെ ഉണ്ടായിരുന്നത്. 21 മുതലുള്ളത് നമുക്ക് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല? ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവില്ല. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 പാർട്ടുകൾ ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ എ ആൻസർ ചെയ്ത് ബി ആൻസർ ചെയ്ത് എന്നുള്ള നമ്മൾ ഇതിന് ഓരോന്നിന് എക്ക് 1 മാർക്ക് ബിക്ക് 1 മാർക്ക്, അങ്ങനെ നമുക്ക് 2 മാർക്ക് കിട്ടും. അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഉണ്ടാവാം. സോ ദ ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഡാഷ് ദ ഗോഡ് ഓഫ് സ്റ്റോം എയ്ഡഡ് ഇന്ദ്ര ഇൻ ദ വേഴ്സ് ഇൻ ദ വേ ട്രൈബ്സ്മാൻ എയ്ഡഡ് ദെയർ ലീഡർ ഇൻ ദി ട്രൈബൽ വാൾസ്. അതായത് ഇത്ര നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്റ്റോം ഇന്ദ്ര ആണ്, അല്ലെങ്കിൽ സ്റ്റോമിന്റെ ഗോഡ് എന്ന് പറയുന്നത് ഇന്ദ്ര ആണ്. ദി ഗോഡ് ഓഫ് സ്റ്റോം എയ്ഡഡ് ഇന്ദ്ര ഇൻ ദ വാൾസ് ഇൻ ദ വേ ട്രൈബ്സ്മെൻ എയ്ഡഡ് ദ ലീഡർ ഇൻ ദി ട്രൈബൽ വാൾസ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് the fire god was dash the fire. അപ്പോൾ ഗോഡ് സ്റ്റോം ആരായിരുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇതാക്കേണ്ടത്. ഇന്ദ്ര ആരായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കും, ഏത് ഗോഡായിരുന്നു എന്നുള്ളത് നോക്കും. ഇവിടെ ഗോഡ് സ്റ്റോമിന്റെ ഗോഡായിരുന്നു ഏതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ഫയർ ഗോഡ് ആരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, വേദിക് പീരിയഡിൽ ഒരുപാട് ഗോഡ്സും അല്ലെങ്കിൽ അവരേത് ഗോഡാണ് എന്നുള്ളതും പറയുന്നുണ്ട്. കൂടാതെ ഒരുപാട് ടേംസ്, യജ്ഞാസ്, അങ്ങനെയുള്ള ഒരുപാട് ടേംസ് എവിടെ പറയുന്നുണ്ട്? വേദിക് പീരിയഡിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം കാണാതെ പഠിക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം ലോഡ്സ് ഓഫ് ടേംസ് ആർ ദർ. ഒരുപാട് ടേംസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ടേംസ് ഒക്കെ യു ഷുഡ് ഫെമിലിയർ. അതിൽ ഫസ്റ്റത്തെ എ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്റ്റോം ആരാന്നുള്ളതാണ്. ആരാണ്? മരുതാണ് ഗോഡ് ഓഫ് സ്റ്റോം എന്ന് പറയുന്നത്. സോ മറക്കരുത്, ഗോഡ് ഓഫ് സ്റ്റോം എന്ന് പറയുന്നത് മരുതാണ്. നെക്സ്റ്റ് ഫയർ ഗോഡ് എന്ന് പറയുന്നത് ആരാണ്? അഗ്നിയാണ്. അത് നമുക്ക് തന്നെ അഗ്നി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തീ എന്ന് വെച്ച് ആലോചിക്കാം. അപ്പൊ ഫയർ ഗോഡ് ആരാണ്? അഗ്നിയാണ്. അപ്പൊ ഇന്ദ്ര, ഇവിടെ പറഞ്ഞിട്ടുള്ള ഇന്ദ്ര ഏത് ഗോഡാണ്? തണ്ടർ ഗോഡാണ്. പിന്നെ ഒരു സോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട്. സോമനല്ല കേട്ടോ, സോമ. അതാരാണ്? പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സിന്റെ ഗോഡാണ്. കൂടാതെ സോമ എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആയിട്ടും പറയാറുണ്ട്. വേദിക് പീരീഡിലുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ടും സോമ എന്ന് പറയാറുണ്ട്. സോമ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സിന്റെ ഒരു ഗോഡും ഉണ്ട്. പിന്നെ വരുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട്. അതാണ് കീപ്പർ ഓഫ് കോസ്മിക് ഓർഡർ എന്നാണ് ആ ഗോഡ് അറിയപ്പെടുന്നത്. പിന്നെ പുഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗോഡ് ഉണ്ട്, ഗോഡ് ഓഫ് ദി റോഡ്സ്, റോഡിന്റെ ഗോഡാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള യജ്ഞാസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊരു ടേം ഞാൻ അവിടെ കൊടുത്തതാണ്. യജ്ഞാസ് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അത് എന്താണ് ടേം എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. യജ്ഞാസ് എന്ന് പറയുന്നത് സാക്രിഫൈസസ് ആണ്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ള സാക്രിഫൈസസ്, യജ്ഞാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ രാജസൂയ ഉണ്ടായിരുന്നു. രാജസൂയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രാജസൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാക്രിഫൈസസ് ഉണ്ടായിരുന്നു. പിന്നെ അശ്വമേധ എന്ന് പറഞ്ഞിട്ടുള്ള സാക്രിഫൈസ് ഉണ്ടായിരുന്നു. ഏതാണ്? അശ്വമേധ എന്ന് പറഞ്ഞിട്ടുള്ള സാക്രിഫൈസസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജസൂയ, അശ്വമേധ എന്ന് പറഞ്ഞിട്ടുള്ള സാക്രിഫൈസസ് എവിടെ ഉണ്ടായിരുന്നു? വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന യജ്ഞാസ്, അതായത് സാക്രിഫൈസസ് ഒക്കെ എന്ത് വേണം? നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ച് പോവണം എന്നാണ് പറയുന്നത്. വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഏർലി ആയാലും ലേറ്റർ വേദിക് പീരീഡ് ആയാലും എന്താണ്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് സെന്റൻസസ്. 22nd ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ദ ഏർലി വേദിക് ആര്യൻസ് lived in the areas known as dash, meaning the areas of 7 rivers. അതായത് ഏർലി വേദിക് ആര്യൻസ് എവിടെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെയിൻ പ്രൊഫഷൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ്. ഏർലി വേദിക് ആര്യൻസിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി, പ്രൊഫഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫസ്റ്റ്, അപ്പൊ നിങ്ങൾ ആലോചിക്കണം, വേദിക് പീരിയഡ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ആണ്. നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വേദിക് പീരിയഡ് എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വെരി ഇമ്പോർട്ടൻ്റ്.
സോ ഇവിടെ ആര്യൻസ് ഏത് ഭാഗത്ത് ജീവിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? സപ്ത സിന്ധു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സപ്ത സിന്ധു എന്ന് പറയുന്നത് 7 നദികൾ കൂടുന്ന അല്ലെങ്കിൽ 7 നദികളുള്ള റീജിയൻ എന്നാണ് സപ്ത സിന്ധു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 7 നദികൾ ഏതൊക്കെയാണ് എന്നും നിങ്ങളുടെ ബുക്കിൽ പറയുന്നുണ്ട്. സോ ആ 7 നദികൾ ഏതൊക്കെയായിരുന്നു നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ഇതിലില്ലാത്തത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റും. സോ സിന്ധു, വിദസ്ത, Ashwini, Purushni, Vibhas, Shuttadri and Shravasti are the 7 rivers included in the Sapta Sindhu. Sapta Sindhu region ഉൾപ്പെട്ടിട്ടുള്ള 7 rivers ആണ് ഇത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റൽ റിയറിംഗ് ആണ്. അതായത് the main profession, അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഫഷൻ ഏർലി വേദിക് പീരിയഡിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റൽ റിയറിംഗ് ആണ്. ഏതൊക്കെയാണ് അവര് റിയർ ചെയ്തിട്ടുള്ള കാറ്റൽസ് അല്ലെങ്കിൽ ഏതൊക്കെ മൃഗങ്ങളെയാണ് അവർ ഇണക്കി വളർത്തിയിട്ടുള്ളതാണെന്നാണ്. ഷീപ്പ്, ഗോട്ട്, എലഫന്റ്, ഹോഴ്സ് ഇതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏർലി വേദിക് പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദിക് പീരീഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേദിക് പീരീഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് നോക്കി പോകുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതിനും നിങ്ങൾക്ക് എന്താണ്? 2 മാർക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. ദ ടർക്സ് ആർ ക്രെഡിറ്റഡ് വിത്ത് ബ്രിങ്ങിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഡാഷ് ആൻഡ് ഡാഷ് ഇൻ സൗത്ത് ഏഷ്യ. അതായത് ടർക്സ് കൊണ്ടുവന്നിട്ടുള്ള സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ആൻസർ? റബാബും സാരംഗുമാണ്. അതായത് റബാബ്, സാരംഗിയാണ് എന്ത് ടർക്സ് കൊണ്ടുവന്നിട്ടുള്ള 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അമീർ ഖുസ്രു റിലേറ്റഡ് ആയിട്ടുള്ള 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? സിത്താറ്, വീണ. ഏതാണ്? സിത്താറും വീണം. സിത്താർ നമ്മൾ ഗിറ്റാറിന്റെ ഒരു മോഡലാണ് ഉദ്ദേശിക്കുന്നത്. സിത്താറും വീണയുമാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അമീർ ഖുസ്രുമായി ബന്ധപ്പെട്ടുള്ള 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും യു ഷുഡ് നോട്ട് ഫോർഗോട്ട്. നിങ്ങളത് മറന്ന് പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Decorative styles were usually in the forms of calligraphy, dash figures and during the Mughal period. അതായത് മുഗൾ പീരിയഡിലുള്ള ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് സ്റ്റൈൽസ്, ആർക്കിടെക്ചറിൽ ഉണ്ടായിരുന്ന ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ള രണ്ടെണ്ണമാണ് നിങ്ങളുടെ ബുക്കിൽ പറയുന്നത്. ആ 2 ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഇൻ ദ ഫോം ഓഫ് കാലിഗ്രാഫി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫോലിയേഷൻ ഇലകൾ കൊഴിയുന്ന ഒക്കെ പോലെയുള്ള ഒരു ഡെക്കറേറ്റീവ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത്? ഫോലിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ 2 ഡെക്കറേറ്റീവ് സ്റ്റൈൽസും മുഗൾ ആർക്കിടെക്ചറിലായാലും അതുപോലെ തന്നെ സുൽത്താനേറ്റിൽ അത്ര യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര കാണാൻ സാധിക്കുന്നില്ല. മുഗൾ ആർക്കിടെക്ചറിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുന്നതാണ്. So our next question, 25th question ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Answer the following in one word or one phrase regarding the administrative institution of medieval India. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ചെറിയൊരു സെന്റൻസ് തന്നിട്ടുണ്ടാവും. ആ സെന്റൻസ് ഏത് ടേമിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടേം എന്താണ്, അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊരൊറ്റ ഫ്രേസിൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് എന്തില്ല, ഓപ്ഷൻസ് ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് തന്നെ എഴുതേണ്ടതാണ്. സോ എന്ത് ചെയ്യണം? നമ്മളിത് മറക്കാതെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. സോ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് ജാഗീർ ദാറ്റ് were assigned to zamindars rajas in their local dominions. അതായത് ജാഗീർസ് എന്ന് പറഞ്ഞത് എന്താണ്? ലാൻഡ് ആണ്. ആ ലാൻഡ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? സെമീൻദാസിനോ അല്ലെങ്കിൽ രാജാസിനോ അവരുടെ ലോക്കൽ ഡൊമീനിയൻസിൽ കൊടുത്തിട്ടുള്ള ജാഗീർസിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഏതാണ് ആൻസർ? വദൻ ജാഗീർ. അപ്പൊ വദൻ ജാഗീർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജാഗീർ ബി ക്വസ്റ്റ്യൻ ആണ്. ജാഗീർസ് ദാറ്റ് were given to Muslim nobles in their family town.
ടൗൺസ് ഓർ പ്ലേസ്. അല്ലെങ്കിൽ മുസ്ലിംസ് നോബിൾസിന് അവരുടെ ഫാമിലി ടൗൺസ്, അവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ജാഗീർസ്. ജാഗീർസ് എന്താ? ലാൻഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജാഗീർ എന്ന് പറയുന്ന ലാൻഡ് ആണ്. ജാഗീർ ഉള്ള ആളുകളെ നമ്മൾ ജാഗീർദാസ് എന്ന് പറയും. പിന്നെ മൻസബ് ഉണ്ട്. മൻസബ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ആണ്. അതെന്താണ്? സാലറിക്ക് പകരം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ മൻസബ് ഉള്ള ആളുകൾ എന്താണ്? മൻസബ് ദാസ് ആയിരിക്കും. അപ്പൊ മൻസബ് എന്ന് പറയുന്നത് റാങ്ക് ബേസ് ചെയ്തുകൊണ്ടാണ്, നമുക്കറിയാലോ, നിങ്ങൾ ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജാഗീർസിനെ പറയുന്ന അല്ലെങ്കിൽ മുസ്ലിം നോബിൾസിന് അവരുടെ ഫാമിലി ടൗൺസിൽ കൊടുക്കുന്ന ജാഗീർസിന് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? മിക്കിയാത്ത് എന്ന് പറയുന്നത്. സോ വദൻ ജാഗീർ ആൻഡ് മിക്കിയാത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് രണ്ടും നിങ്ങൾ എന്തായി? ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th question ആണ്. The Maplas of Malabar were the descendants of the Dash settlers and converted. അതായത് നമ്മളിവിടെ കാണുന്ന, നമ്മുടെ കേരളത്തിൽ കാണുന്ന മലബാറിലുള്ള അല്ലെങ്കിൽ മാപ്പിളാസ് എന്ന് പറയുന്നത് അവരാരുടെ ഡിസെൻഡൻസ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഏതിലോട്ട് കൺവേർട്ട് ആയിട്ടാണ് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ the Maplas were the Malabars were the descendants of ആരുടെയാണ്? അറബ്സിന്റെ ഡിസെൻഡൻസ് ആണ് ആര് എന്ന് പറയുന്നത്? അറബ്സിന്റെ ഡിസെൻഡൻസ് ആണ് ആര്, അല്ലെങ്കിൽ പിൻഗാമികളാണ് ആര് എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാപ്പിളാസ് എന്ന് പറയുന്നത്. അവരവിടെ സെറ്റിൽ ചെയ്ത് പിന്നെ എങ്ങോട്ട് കൺവേർട്ട് ആയി? ഹിന്ദുയിസം, ഹിന്ദു എന്ന് പറയുന്ന റിലീജിയനിലോട്ട് കൺവേർട്ട് ആയി എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Nawab Mir Qasim attempted to reorganize the army and shift the capital from Dash to Dash. അതായത് ആരെയാണ് പറയുന്നത്? മിർ ഖാസിം എന്ന് പറഞ്ഞിട്ടുള്ള നവാബ്. എവിടെ ഉണ്ടായിരുന്ന? മുർഷിദാബാദിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന നവാബ്. അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ ബംഗാൾ ആ ഭാഗത്തുണ്ടായിരുന്ന നവാബ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതെന്തിനാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരുമായിട്ടുള്ള അറ്റാക്കിലും അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഈസിനെസ് ആക്കാൻ വേണ്ടിയിട്ടും, കൂടാതെ അറ്റാക്ക് വരുമ്പോൾ, കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ആർമി പെട്ടെന്ന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആര്? മിർ ഖാസിം ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എവിടെ നിന്ന് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മുർഷിദാബാദിൽ നിന്നാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? മോംഗീർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ് ആര് ഷിഫ്റ്റ് ചെയ്തത്? നവാബ് മിർ ഖാസിം എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാണ് ഷിഫ്റ്റ് ചെയ്തത്, എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ ആണ്. ഫോർട്ട് വില്യം കോളേജ് വാസ് ഫൗണ്ടഡ് ബൈ. ഫോർട്ട് വില്യം കോളേജ് ആരാ ഫൗണ്ട് ചെയ്ത്? നമ്മൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ് ഫൗണ്ട് ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടെ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സ്ട്രാ പോയിന്റ്സിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? അത് വീണ്ടും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായതുകൊണ്ടാണ് നമ്മൾ ആ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫോർട്ട് വില്യം കോളേജ് ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഫോർട്ട് വില്യം കോളേജ് വാസ് ഫൗണ്ടഡ്, നമ്മൾ പറഞ്ഞു വെല്ലസ്ലി ആയിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വെല്ലസ്ലി ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരായിരുന്നു? വില്യം ജോൺസ് ആണെങ്കിൽ ഫോർട്ട് വില്യം കോളേജ് ആരാണ്? വെല്ലസ്ലി ആണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോവരുത്. അത് എന്നാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? 1801 അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിവിൽ സർവീസിലുള്ള ആളുകൾക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ സിവിൽ സർവീസിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫോർട്ട് വില്യം കോളേജ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫോർട്ട് വില്യം കോളേജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് 1801 വെല്ലസ്ലി ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിവിൽ സർവീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ 3 ഫാക്ടേഴ്സ് നിങ്ങൾ മറക്കാൻ പാടില്ല. നെക്സ്റ്റ്, കോൺവാലിസ് സക്സീഡ് ഇൻ ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് സ്ട്രോങ് ലിബറൽ പോളിസി ഇൻ ഗവേണൻസ് ഓഫ്. ഏത് പോളിസിയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഗവേണൻസിന്, ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിബറൽ പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആര്? കോൺവാലിസ് എന്ന് പറയുന്നത്. ഏതായിരുന്നു ആ പോളിസി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? വിഗ് പോളിസിയാണ്. ഏതാണ്? വിഗ് പോളിസിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബംഗാള് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് വിഗ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോളിസി പ്രകാരം അവരെന്ത് ചെയ്തു? സോഷ്യൽ എവിൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിനുള്ള എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറയുന്നത്.
സോ ഈ ഒരു സെഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 29th ക്വസ്റ്റ്യൻ. എലോങ് വിത്ത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ കെയിം ദ പാർട്ടീഷൻ ഓഫ് ദി ലാൻഡ് ഇൻ 2 നാഷൻ സ്റ്റേറ്റ്സ് നെയിമിൽ ഡാഷ് ആൻഡ് ഡാഷ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുന്ന സമയത്ത് രണ്ടെണ്ണാക്കി 2 സ്റ്റേറ്റുകളാക്കിയിട്ട് അല്ലെങ്കിൽ 2 രാജ്യങ്ങളാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഫ്രീഡം ഓഫ് ഇന്ത്യ കെയിം ടു പാർട്ടീഷൻ ഓഫ് ദി ലാൻഡ് ഇൻ 2 നാഷൻ സ്റ്റേറ്റ്. ഏതൊക്കെയാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ഏതൊക്കെയാണ്? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്താണ് ഫെമിലിയർ ആയിരിക്കും. ഇത് ഇന്ത്യയും പാകിസ്ഥാനും എന്നുള്ളതാണ്. ഇന്ത്യ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? മുസ്ലിംസിനും ഹിന്ദുസും വേണ്ടിയിട്ടായിരുന്നു. കൂടാതെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഓൺലി ഫോർ മുസ്ലിംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 19 മുതൽ 29 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു സോ മച്ച്.